ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. നമ്മുടെ മനസ്സിൻ്റെ അനുഭൂതി എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. എപ്പോഴും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ അതോ അനുഭൂതി ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം. ഫാൻ ഒന്ന് തിരിഞ്ഞു നിന്നാൽ അതുകൊണ്ട് നമുക്ക് കാറ്റോ തണുപ്പോ സുഖമൊന്നും അനുഭവമാവില്ല. ഫാൻ എപ്പോഴാണോ നിരന്തരം കറങ്ങുന്നത് അപ്പോഴാണ് നമുക്ക് തണുപ്പും സുഖവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നത്, കാറ്റിനെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലൂടെ ഒരു വിചാരം ഒരിക്കലൊന്ന് വന്നതുകൊണ്ടോ അത് നമുക്ക് പ്രത്യേക സുഖം തരുന്നില്ല. വിചാരം എപ്പോഴാണോ നിരന്തര പ്രവാഹമായി ഒഴുകുന്നത് അതൊരു ഫീലിംഗായി മാറും, അതൊരു ഊർജ്ജപ്രവാഹമാണ്. ആ ഊർജ്ജപ്രവാഹത്തിൻ്റെ പ്രകമ്പനം നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട സൗഭാഗ്യങ്ങളെ അല്ലെങ്കിൽ ദുർഭാഗ്യങ്ങളെ ഒക്കെ ആകർഷിക്കും. നെഗറ്റീവായ ഒരു ഇമോഷൻ, എനർജി ഇൻ മോഷൻ, ദാറ്റ് ഈസ് ഇമോഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോടനുബന്ധമായി കൊണ്ടൊരു കുത്തൊഴുക്ക് പോലെ മൂഡ് ഓഫ് ആകുന്ന രീതിയിൽ സങ്കടത്തിൻ്റെ, വിഷമത്തിൻ്റെ, സ്ട്രെസ്സിൻ്റെ ഒക്കെ എനർജിയുടെ, തോട്ട്സിൻ്റെ ഒരു പ്രവാഹം തന്നെ നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ അതേപോലെ പോസിറ്റീവ് തോട്ട്സിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാകും വിധം ഒരു എനർജി ഫ്ലോ ഉണ്ടാകാൻ അതിനുവേണ്ടി നമ്മൾ ബോധപൂർവം പരിശ്രമിക്കുമ്പോൾ പോലും അത് പ്രയാസം അനുഭവമാവാറുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം, മെഡിറ്റേഷന് വേണ്ടി ഇരിക്കാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ പലപ്പോഴും ആ പോസിറ്റീവ് തോട്ട്സിൻ്റെ കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാക്കണമെന്ന് പരിശ്രമിച്ചാലും ആ ഒരു ഫീലിംഗ് ചാർജ് ചെയ്യാൻ പരിശ്രമിച്ചാലും പലപ്പോഴും മറ്റു പല വിചാരങ്ങളിലൂടെയും മനസ്സ് സംഘർഷഭരിതമായിക്കൊണ്ട് നഷ്ടമാകാറുണ്ട്. പക്ഷേ നമ്മൾ അധ്വാനിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവായൊരു ഫീലിംഗ് സദാ ഉണർന്നിരിക്കാൻ വേണ്ടി. എപ്പോഴും നമ്മുടെ മനസ്സ് പോസിറ്റീവായി ഫീൽ ചെയ്യണം, പീസ്ഫുള്ളായി ഫീൽ ചെയ്യണം. സാഹചര്യങ്ങളും സിറ്റുവേഷനൊക്കെ കടന്നു പോകുമ്പോഴും അതിലെല്ലാം തന്നെ ചിലപ്പോൾ നമുക്ക് മോശമായ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നെന്നിരിക്കാം. എങ്കിലും ആ സമയത്തും അതിൻ്റെ പരിഹാരം തേടുന്ന ശാന്തമായൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കണം. ഒരു കുട്ടിക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും അത് വളരെ ലളിതമായിക്കൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കും. അതുപോലെ നമ്മുടെ ഏറ്റവും നല്ല അച്ഛനും അമ്മയുമാണ് ഈശ്വരൻ. നല്ല ഫ്രണ്ടാണ് ഖുദാ ദോസ്ത്, ഈശ്വരനാകുന്ന ഫ്രണ്ട്. എപ്പോഴാണോ നിങ്ങൾ ആ ഫ്രണ്ടിനെ, ആ മാതാപിതാവിൻ്റെ ഒപ്പം നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കുന്നത്, സ്മൃതിയിലൂടെ ആ കണക്ഷൻ നിങ്ങൾ എപ്പോഴും കൊണ്ടുവരുന്നത്, നിങ്ങളറിയാതെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യത്തിലും അവിടുത്തെ സാന്നിധ്യം, സഹായം, അവിടുത്തെ ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനൊരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾ എത്ര പതറുന്ന രീതിയിലുള്ളതാണെങ്കിലും നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല അനുഭൂതികളിൽ, നല്ല ഫീലിങ്ങുകളിൽ ഉറച്ചു നിൽക്കാനായിട്ട് തയ്യാറാകും. അങ്ങനെ മനസ്സിനെ പോസിറ്റീവ് ഫീലിങ്ങിലും ഉത്സാഹമായിരിക്കുന്ന സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ആ ഒരു നല്ല ഫീലിംഗ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം ആസ്വാദ്യജനകമായിരിക്കും. പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, ജനം വേണോ ജനം, ധനം വേണോ ധനം, സഹായം വേണോ സഹായം, എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും. നിങ്ങൾക്ക് തോന്നും എൻ്റെ ജീവിതം ഒരു ഉല്ലാസമാണ് എന്ന്. അതെ, ഈശ്വരൻ്റെ കൂടെ എപ്പോഴും നല്ല ഫീലിങ്ങിലിരിക്കൂ. നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യാൻ സാധിക്കും, ഉല്ലാസഭരിതമാക്കാൻ സാധിക്കും. ഓം ശാന്തി.